ചിക്കൻ യുദ്ധത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കയ്ക്കും ജർമ്മനിക്കും ഇടയിൽ നടന്ന താരിഫ് യുദ്ധത്തെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 1960കളുടെ തുടക്കത്തോടെ പടിഞ്ഞാറൻ ജർമ്മനിയിൽ കോഴിയിറച്ചി കഴിക്കുന്നവരുടെ എണ്ണം കൂടാൻ തുടങ്ങി. പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നുള്ള കോഴിയിറച്ചിയോടായിരുന്നു ജർമ്മൻകാർക്ക് പ്രിയം. അമേരിക്കൻ കോഴി കർഷകരുടെ ഏറ്റവും വലിയ വിപണിയായി അങ്ങനെ ജർമ്മനി മാറി. ഏകദേശം $5 കോടി കച്ചവടമാണ് അമേരിക്കയ്ക്ക് അക്കാലത്ത് ലഭിച്ചത്. ഇത് പക്ഷേ ജർമ്മനിയിലെയും യൂറോപ്പിലെയും കർഷകരെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഒടുവിൽ യൂറോപ്യന്മാർ ഒരു കാര്യം തീരുമാനിച്ചു: അമേരിക്കയിൽ നിന്നുള്ള കോഴിയിറച്ചി ഇറക്കുമതിക്ക് താരിഫ് ഏർപ്പെടുത്തുക. അതിലൂടെ യൂറോപ്പിലെ കോഴി കർഷകരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാം എന്നതായിരുന്നു അവരുടെ പദ്ധതി. ഇതോടെ അമേരിക്കൻ ചിക്കന് വില കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിന്നില്ല. തങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയ യൂറോപ്പിനെ പാഠം പഠിപ്പിക്കാൻ അമേരിക്കയും തീരുമാനിച്ചു. 25% താരിഫാണ് അങ്ങനെ ജർമ്മൻ ട്രക്കുകൾക്കുമേൽ അമേരിക്ക അന്ന് ചുമത്തിയത്. അതോടെ ഫോക്സ് വാഗൻ ഉൾപ്പെടെയുള്ള ജർമ്മൻ കമ്പനികൾക്ക് പണി കിട്ടി. ജർമ്മൻകാർക്ക് കോഴിയിറച്ചി കഴിക്കണമെങ്കിൽ കൂടുതൽ പണം മുടക്കേണ്ടി വരികയും അമേരിക്കക്കാർക്ക് ട്രക്ക് മേടിക്കുന്നതിനുള്ള ഓപ്ഷനുകൾ കുറഞ്ഞു എന്നതുമായിരുന്നു ഈ ചിക്കൻ യുദ്ധത്തിന്റെ ആകെ ഫലം. ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ തിരികൊളുത്തിയിരിക്കുന്ന താരിഫ് യുദ്ധത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം തരാനാണ് ഈ കഥ പറഞ്ഞത്. ശരിക്കും എന്താണ് താരിഫ്? അതെങ്ങനെയാണ് ആഗോള വിപണിയെ ബാധിക്കുക? ആരാണ് ശരിക്കും ബാധിക്കപ്പെടുക? പരിശോധിക്കാം. 2024 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം ട്രംപ് ഉയർത്തിയ പ്രധാന ഭീഷണികളിൽ ഒന്നായിരുന്നു മെക്സിക്കോ, കാനഡ, ചൈന, എന്തിന് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള താരിഫ് ചുമത്തൽ. അതൊടുവിൽ പ്രാവർത്തികമായിരിക്കുകയാണ്. മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25%വും ചൈനീസ് ഇറക്കുമതികൾക്ക് 10%വുമാണ് ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. US-ഉമായുള്ള വ്യാപാരത്തിൽ നിന്ന് കാനഡയും മെക്സിക്കോയും അന്യായ ലാഭം കൊയ്യുന്നുവെന്നും അനധികൃത കുടിയേറ്റം, മയക്കുമരുന്ന് കച്ചവടം എന്നിവയെ ഈ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമൊക്കെയാണ് ട്രംപ് നിരത്തുന്ന ന്യായങ്ങൾ. അതെന്തൊക്കെയായാലും മെക്സിക്കോയും കാനഡയും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന നിലപാടിലാണ്. US ഇറക്കുമതിക്ക് അവരും 25% താരിഫ് ചുമത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ചൈനയാകട്ടെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതോടെ ആഗോള വിപണി പുതിയ താരിഫ് യുദ്ധത്തിനുള്ള കളമായി മാറിയിരിക്കുകയാണ്. എന്താണ് താരിഫ്? ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ അതാത് രാജ്യങ്ങൾ ചുമത്തുന്ന പ്രത്യേക നികുതിയാണ് താരിഫുകൾ. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സാധാരണ താരിഫുകൾ ചുമത്തുക. ഒന്ന്, തദ്ദേശ വ്യവസായങ്ങളെ രക്ഷിക്കുക. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ ഒരു കമ്പനി നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് 110 രൂപയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അതേ ഉൽപ്പന്നത്തിന് 100 രൂപയുമാണെന്ന് കരുതുക. സ്വാഭാവികമായി വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ആവശ്യക്കാർ കൂടും. ഇത് തദ്ദേശ കച്ചവടത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യൻ സർക്കാർ 25% താരിഫ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുകയാണെങ്കിൽ അതിന്റെ വില 125 രൂപയായി വർദ്ധിക്കും. ഇതോടെ വില കുറവുള്ള തദ്ദേശ ഉൽപ്പന്നങ്ങളിലേക്ക് ആളുകൾ മാറാനുള്ള സാധ്യതയുമേറും. അങ്ങനെ തദ്ദേശ വ്യവസായത്തിന് ഊർജ്ജം നൽകാൻ കഴിഞ്ഞേക്കും. 2, സർക്കാർ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക. ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ ഡിമാൻഡ് ഏറെ ഉള്ളവയ്ക്ക് നികുതി ചുമത്തുന്നതിലൂടെ കൂടുതൽ പണം നികുതി ഇനത്തിൽ കണ്ടെത്താൻ സർക്കാരുകൾക്ക് സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇറക്കുമതിയെ വലിയ തോതിൽ ബാധിക്കാത്ത തരത്തിലാകും താരിഫ് നിശ്ചയിക്കുക. മൂന്നാമത്തെ കാരണം രാജ്യത്തെ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരു രാജ്യത്തെ വിപണി തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ താരിഫിന്റെ പേരിൽ അവ ഇല്ലാതാക്കാൻ കമ്പനികൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ താരിഫ് ചുമത്തപ്പെടുന്നത് കമ്പനികൾക്ക് ക്ഷീണമാണ്. അപ്പോൾ ഒരു ഉൽപാദന കേന്ദ്രം ആ രാജ്യത്ത് ആരംഭിക്കാൻ കമ്പനികൾ നിർബന്ധിതമാകും. ഇത് പ്രസ്തുത രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. മേൽപ്പറഞ്ഞ മൂന്നും താരിഫുകൾ ചുമത്താനുള്ള കാരണങ്ങളാകാമെങ്കിലും ട്രംപിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാണ് താരിഫുകൾ. ട്രംപിന് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ മെക്സിക്കോയുടെ കാര്യത്തിൽ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുക ഉൾപ്പെടെയുള്ളവയ്ക്കായുള്ള വിലപേശൽ തന്ത്രമായാണ് ട്രംപ് താരിഫിനെ ഉപയോഗിക്കുന്നത്. ചൈനയുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് US-ലെ ഡിമാൻഡ് കുറയ്ക്കുക എന്നതും ട്രംപിന്റെ ലക്ഷ്യമാണ്. ലോക വിപണിയിൽ അതിലൂടെ ചൈനയ്ക്ക് ഒരു അടി നൽകാമെന്നും ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി താരിഫുകൾ തിരിച്ചടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അത് മനസ്സിലാക്കാനായി ഒരു ഉദാഹരണം കൂടി പറയാം. അമേരിക്കൻ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാറിന് $1100 വിലയെന്ന് കരുതുക. അതേസമയം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾ $1000 വിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ US സർക്കാർ 35% താരിഫ് ചുമത്തുകയാണെങ്കിൽ ചൈനീസ് കാറിന്റെ വില കുറഞ്ഞത് $1350 എന്ന നിലയിലേക്കെങ്കിലും ഉയരും. പക്ഷേ ഈ വർദ്ധിക്കുന്ന വില പലപ്പോഴും നൽകേണ്ടി വരിക കമ്പനികളായിരിക്കില്ല, പകരം ഉപഭോക്താക്കളായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയിലെ ഉപഭോക്താക്കളായിരിക്കും ആ വിലവർധനയുടെ ഭാരം ചുമക്കേണ്ടി വരിക. ചിലപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും ഈ അവസരം മുതലെടുത്ത്, അതായത് താരിഫ് ഉയർത്തിയ ഈ അവസരം മുതലെടുത്ത് നേരത്തെ $1100 വിറ്റുകൊണ്ടിരുന്ന കാറുകളുടെ വില
$1300 എന്ന നിലയിലേക്ക് ഉയർത്തുകയും ചെയ്തേക്കാം. അങ്ങനെ താരിഫിലൂടെ ഉപഭോക്താക്കൾ ബാധിക്കപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. യുഎസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് ചൈനയും മെക്സിക്കോയും കാനഡയും. ഇവർക്കുമേൽ താരിഫ് ചുമത്തുന്നത് 4 രാജ്യങ്ങളെയും പലതരത്തിൽ ബാധിക്കുമെന്നതും ഉറപ്പാണ്. മെക്സിക്കോയുടെ കാര്യമെടുത്താൽ 2023 അവർ യുഎസിലേക്ക് കയറ്റുമതി നടത്തിയത് $475 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. അത്രയും വലിയൊരു വിപണിയിൽ താരിഫ് ചുമത്തപ്പെടുന്നതിലൂടെ മെക്സിക്കോയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം തക്കാളി, അവക്കാഡോ പോലുള്ള പല ഉൽപ്പന്നങ്ങൾക്കുമായി യുഎസ് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് മെക്സിക്കോയെയാണ് എന്നത് വസ്തുതയാണ്. പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക്സ് അടുത്തിടെ നടത്തിയ പഠനത്തിൽ ട്രംപിന്റെ താരിഫ് വർധന യുഎസിലെ വാർഷിക ചെലവുകൾ കൂട്ടിയേക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. താഴ്ന്ന വരുമാനമുള്ള അമേരിക്കക്കാരെയാകും അവ കൂടുതൽ ബാധിക്കുകയെന്നും പഠനം സൂചിപ്പിച്ചിരുന്നു. ഒപ്പം മെക്സിക്കോയും കാനഡയും യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തിയതോടെ യുഎസിലെ ഉൽപ്പാദകർക്കും തിരിച്ചടി ഉണ്ടായേക്കും. ചുരുക്കി പറഞ്ഞാൽ ചിക്കൻ യുദ്ധത്തിലേതുപോലെ ട്രംപിന്റെ പുതിയ താരിഫ് യുദ്ധം എല്ലാവരെയും പലതരത്തിൽ ബാധിക്കും. അത് ആഗോള വിപണിക്കും പ്രതികൂലമായേക്കും. താരിഫ് യുദ്ധം എങ്ങനെയൊക്കെയാകും വികസിക്കുക എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.